അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഒരു വാർത്ത കണ്ടിരുന്നു. ഫസീല എന്ന് പറയുന്ന ഒരു പൊന്നുമോളുടെ മരണം, ആത്മഹത്യ നമ്മളൊക്കെ കണ്ടതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ആ ഒരു സഹോദരി തൻ്റെ ഉമ്മക്ക് അയച്ചൊരു വാക്കുണ്ട്. ഉമ്മ, ഞാൻ രണ്ടാമത് ഗർഭിണിയാണ്. നൗഫൽ എൻ്റെ വയറ്റിൽ കുറേ ചവിട്ടി. അപ്പം എനിക്ക് വേദനിച്ചു. ഞാൻ നൗഫലിൻ്റെ കഴുത്തിന് പിടിച്ചു എന്ന് നൗഫൽ നുണ പറഞ്ഞു. ഇവിടുത്തെ ഉമ്മ എന്നെ പിടിച്ച് തെറി വിളിച്ചു. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, എന്നെ അല്ലെങ്കിൽ ഇവർ കൊല്ലും. അസ്സലാമു അലൈക്കും. എൻ്റെ കൈ നൗഫൽ പൊട്ടിച്ചു. അല്ലേ? ഇങ്ങനെയൊക്കെ ഒരു സന്ദേശം ഒരു പൊന്നുമോള് തൻ്റെ ഉമ്മക്ക് അയച്ചതായിട്ട് കാണാൻ കഴിഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, കെട്ടിച്ചു വിടുന്നതോടുകൂടെ നമ്മുടെ മക്കൾ നമ്മുടെ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പല രക്ഷിതാക്കളും പറയുന്നത്, മോളെ നീ അവിടെ പിടിച്ചു നിൽക്ക്, കാരണം ഭർത്താവിൻ്റെ വീടാണ്, അവിടെ പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, മൃഗങ്ങൾക്കാണോ നമ്മുടെ മക്കളെ നമ്മൾ പിടിച്ചു കൊടുത്തിട്ടുള്ളത്? നമ്മൾ ചിന്തിക്കണം, ചെയ്യരുത് അങ്ങനെ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നമുക്ക് നൽകുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെന്ന് പറയുന്നത് നമുക്ക് നിധിയാണ്, നമുക്ക് അനുഗ്രഹമാണ്. ഈ പ്രിയപ്പെട്ട മക്കളെ നല്ലൊരു ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുക, നല്ലൊരു കുടുംബത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഏൽപ്പിച്ചു കൊടുക്കുന്നതോടുകൂടെ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ തീർന്നു എന്ന് വിചാരിക്കുന്ന പല ആളുകളും മനസ്സിലാക്കണം, തീർന്നിട്ടില്ല. അവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഓടി വരാനുള്ളത് ഈ വാപ്പയായിരിക്കും, ഉമ്മയായിരിക്കും, മാങ്ങളമാരായിരിക്കും. അവിടെ സങ്കടങ്ങൾ പറയാൻ അങ്ങനെയായിരിക്കും. ചില വീട്ടുകാർ നമ്മൾ പറയും, സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ളവരാര് തൻ്റെ ഒരു ബന്ധുവിന്, സുഹൃത്തിൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് കല്യാണം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, പല ആളുകളോട് പല വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച നടത്തി പലതും ചോദിക്കുകയാണ്. അത് ചോദിക്കുന്ന സമയത്ത് പിന്നെ അവർ പറയുന്നുണ്ട്, നമുക്കിപ്പോൾ ചക്കയൊന്നല്ലല്ലോ ചൂണ് നോക്കാൻ. മനസ്സിലാക്കണം നമ്മൾ. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, പഴയ കാലത്തുള്ളൊരു ശല്യാണത്, നമുക്കതിൻ്റെ അവസ്ഥ എന്തെന്നും പറയും. പക്ഷേ ഇത് പുറമെ മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെ പുറമെ വലിയ മാന്യനായിട്ട് കാണാം, പക്ഷേ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ എന്ത് പറഞ്ഞാലും എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് അന്വേഷണത്തിലൂടെ നമുക്കറിയാം, അയൽവാസികളോട്, അവിടുത്തെ പള്ളിയിലെ ഖത്തീബിനോട്, അല്ലെങ്കിൽ അവിടുത്തെ ബന്ധപ്പെട്ടവരൊക്കെ ചോദിച്ചാൽ എന്താണ് ചെറുപ്പക്കാരെന്നറിയാം. ആ കുടുംബത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകും. അങ്ങനെ നല്ലൊരു ധാരണയോട് കൂടെ നമ്മുടെ മക്കളെ പലരോടും അന്വേഷിച്ച് കെട്ടിച്ചു കൊടുക്കുന്നു. ആ പ്രിയപ്പെട്ട മക്കൾ അവിടെ ജീവിക്കുന്നു, അവർക്ക് വേണ്ട രൂപത്തിൽ സുഖവും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ലഭിക്കുന്നു എന്ന ആത്മാർത്ഥമായ വിശ്വാസത്തിലാണ് നമ്മളുള്ളത്. എന്നാലോ ഇനി അങ്ങനെയല്ല, ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിൽ അവർക്ക് ആ പ്രശ്നങ്ങൾ നമ്മുടെ വാപ്പയോട്, ഉമ്മയോട്, ബന്ധപ്പെട്ടവരോട് വന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടാകും. അത് പറയുമ്പോൾ അത് അംഗീകരിക്കുകയാണ് നമ്മൾ വേണ്ടത്, മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള, സത്യം പറഞ്ഞാൽ ഈ പൊന്നും മോളും ഇങ്ങനെ ചെയ്യൂല. ചിലപ്പോൾ അവരൊക്കെ പറയുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് കാണാം, പല ആളുകളും പറയാണ്, ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനങ്ങളാണ്, ഭർത്താവിൻ്റെ ഉമ്മയുടെ ക്രൂരമായ പീഡനങ്ങളാണ്. ഗർഭിണിയായി നിൽക്കുന്ന ഈ ഒരു പൊന്നുമോളെ പോലും ഇങ്ങനെ ചെയ്യണമെങ്കിൽ എത്രത്തോളമാണ് എൻ്റെ പ്രിയമുള്ളവരെ അവരുടെ മനസ്സ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമുക്ക് വേണ്ടായെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവാക്കിയാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നത്? അങ്ങനെ എത്ര മക്കളുണ്ടെന്നറിയോ? ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടെ ക്രൂരമായ പീഡനം, എന്നിട്ടോ സ്വന്തം വീട്ടിലേക്ക് വന്നാൽ ഇവിടുന്ന് ഉമ്മയും ബാപ്പയും മറ്റുള്ളവരും പറയാണ്, ജീവിതമല്ലേ, ഞങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചത് തന്നെയാണ്, ഞങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് തന്നെയാണ്, നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും അവിടുന്ന് ഓടിപ്പോരല്ലേ, ഇങ്ങനെ പറയല്ലേ എന്ന് പല രക്ഷിതാക്കളും പറയാൻ. ഇതിൻ്റെ ഇടയിൽ അവിടേക്ക് വന്നാൽ പീഡനവും, ഇവിടേക്ക് വന്നാൽ ഇങ്ങനത്തെ ഉപദേശവും കൊടുക്കുമ്പോൾ മക്കളുടെ മെൻ്റലി ആയിട്ട് മക്കൾ തളരുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പിന്നീട് അവർക്കുള്ള ആകെ ഒരു വഴി ഒരു ബ്ലേഡ് എടുത്ത് അവരുടെ നരമ്പ് മുറിക്കൽ, അല്ലെങ്കിൽ കയറെടുത്ത് തൂങ്ങൽ. നോക്കൂ നിങ്ങൾ, ഈ ഫസീല എന്ന് പറയുന്ന ഈ പൊന്നുമോള് തൻ്റെ വീടിൻ്റെ മുകളിൽ ആണത്തരെ അവിടുന്ന് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഉമ്മയോട് പറയണം, ഉമ്മ ഞാൻ മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. സത്യം പറഞ്ഞാൽ അത് ഒരിക്കലും പ്രായോഗികമല്ല. അപ്പോൾ ആത്മഹത്യത്തെക്കുറിച്ച് തന്നെ പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്, സ്വന്തം ശരീരത്തെ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, അത് മരണത്തിലേക്ക് തള്ളിവിട്ടാൽ അല്ലെ, അതെന്താണ് പിന്നീട് അവർക്ക് ഖിയാമത്ത് നാൾ വരെ ആ ഒരു വേദനയും സങ്കടവും അവരിങ്ങനെ അനുഭവിച്ചു കൊണ്ട് വീണ്ടും ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലേ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
സ്വന്തം കയ്യിലൊരു ആയുധവുമായിട്ട് കുത്തി പരിക്കേൽപ്പിച്ച് അവിടുന്ന് തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരാളുടെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. മനസ്സിലാക്കണം. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് എത്രത്തോളമാണ് അതിൻ്റെ ഗൗരവം, അതിൻ്റെ വിഷയങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു വിഷമം പറയുമ്പോൾ അവർക്ക് പറ്റുമെങ്കിൽ അവിടെ നമ്മൾ അന്വേഷിക്കണം. എന്താണ് ഇവളിങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താണ് പ്രശ്നം എന്ന് ചെക്കനോട് ചോദിക്കണം, ചെക്കൻ്റെ ഉമ്മയോട് ചോദിക്കണം, നമ്മുടെ മരുമോൻ്റെ ബന്ധപ്പെട്ടവരോട് അന്വേഷിക്കണം. അതിന് കഴിയില്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് അവരെ അല്ലാതെ മരണത്തിന് വിട്ടുകൊടുക്കലല്ല, അവിടെ ക്രൂര പീഡനങ്ങൾക്ക് വിട്ടുകൊടുക്കലല്ല, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് പറയണം ഞാൻ ചുടുവെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നീയും ചുടുവെള്ളം കുടിക്കും. അല്ല, ഞാൻ പട്ടിണിയാണെങ്കിൽ എൻ്റെ മോളും പട്ടിണിയായിരിക്കണം, എൻ്റെ പെങ്ങളും പട്ടിണിയായിരിക്കും. അങ്ങനെ പറയുന്ന വാപ്പയും മാങ്ങളമാരുമാണ് നമുക്ക് വേണ്ടത്. മനസ്സിലാക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ പീഡനങ്ങൾക്ക് വേണ്ടി നമ്മളെ മക്കളെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മുടെ സഹോദരിമാരെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളാണ്. ഇന്നും നമുക്ക് ഇങ്ങനത്തെ കുടുംബങ്ങളും സമൂഹങ്ങളും ഉണ്ട് എന്നറിയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ്. ഇപ്പോഴും മരുമക്കളെ പീഡിപ്പിക്കുന്നവർ, ഇപ്പോൾ രണ്ടാമത് ഫസീല ഗർഭിണിയായത് അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ക്രൂരമായിട്ട് കൂട്ടമായിട്ട് നിന്നിട്ടാണ് ആക്രമിക്കുക. ഒരു ജീവനല്ലേ, ഒരു പെൺകുട്ടിയല്ലേ, ആ ഒരു പരിഗണന പോലും അവർ കൊടുക്കുന്നില്ല അല്ലേ. നമ്മൾ കെട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു പെണ്ണിനെ നമ്മൾ ഒരു ഭർത്താവ് തൻ്റെ ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനമായിട്ട് തരുന്ന ഇണകളാണ്. ഇണകൾ സ്വർഗം വരെയാണ് എത്തിക്കുന്നത്. മാതാപിതാക്കളെ കുറിച്ചും മറ്റുള്ള സഹോദരങ്ങളെ കുറിച്ചും പറയുന്നതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വർഗത്തിലേക്കുള്ള ഇണകൾ, ആ ഇണകളെ സ്വർഗം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലും എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കാതെയാണ് എന്താണ് ദാമ്പത്യ ജീവിതം, എന്താണ് കുടുംബജീവിതം, എന്താണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ കടമ. ഇത് പഠിക്കാത്ത മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറുമ്പോഴാണ്, അത് പഠിപ്പിക്കാത്ത മാതാപിതാക്കളായിട്ട് മാറുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മക്കളെ ആക്രമിക്കുന്നത്, മരുമക്കളെ ആക്രമിക്കുന്നത്, പേരക്കുട്ടികളെ ആക്രമിക്കുന്നത്, ഭാര്യ ആക്രമിക്കുന്നത്, ഭർത്താവിനെ ആക്രമിക്കുന്നത്, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഒരു ശ്രദ്ധ പോലും കൊടുക്കാതെ നടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലുള്ള മരുമക്കൾ അത് നമുക്ക് അന്യരല്ല, നമ്മുടെ മക്കളാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മരുവളെന്ന് പറയും, മരുവളല്ല തൻ്റെ മകൾ. നമ്മുടെ മകളെ കെട്ടിയ ഭർത്താവുണ്ടാകും, മരുവനല്ല, അത് മകനാണ്. ആ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. ആ ബോധത്തോട് നിങ്ങളൊന്ന് നിന്ന് നോക്കൂ. നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾക്ക് സന്തോഷമാകുന്നത്, സമാധാനമാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പല കുടുംബങ്ങളും തകരുന്ന അങ്ങനെയാണ്. പല കുടുംബങ്ങളിലും മരുമക്കളും ഭർത്താവിൻ്റെ ഉമ്മയും മറ്റൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെയാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇതെൻ്റെ ഉമ്മയാണ്, അല്ല അമ്മായി മാറില്ല, ആ ഒരു സംഭവമല്ല, ഇതെൻ്റെ ഉമ്മയാണ്, ഇതെൻ്റെ വാപ്പയാണ് എന്നുള്ളൊരു ബോധത്തിലേക്കാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അപ്പോൾ ആ ഒരു പരസ്പരം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു പരസ്പര ബോധം പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ വളർത്തിക്കൊണ്ടു പോകണം. എന്നാലേ ഭർത്താവിൻ്റെ ഉമ്മയും ബാപ്പയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. പിന്നൊരു കാര്യമുണ്ട്, പല രക്ഷിതാക്കളും പറയുന്നു, തന്നെ കെട്ടിച്ചു വിട്ടാൽ ഭർത്താവിൻ്റെ ഉമ്മാനെ ശ്രദ്ധിക്കണം കേട്ടോ, ഭർത്താവിൻ്റെ പെങ്ങന്മാർ വരും, അവരെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവരെ മറ്റുള്ളവർ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരും, അവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ചില ഉമ്മമാർ കൊടുക്കുന്ന ചില മോട്ടിവേഷൻ ഉണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതും വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ മക്കളെത്തിക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ അവർ ചിന്തിക്കണം, ഉമ്മെന്ന് പറഞ്ഞല്ലോ അല്ലേ, അവർ ശരി ഉണ്ടാകൂല, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നിട്ട് പറയും, കാട്ടുക ചെയ്യും, അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഉമ്മെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങന്മാരെ അവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അത് തന്നെയാണ്. ആ ഒരു മൈൻഡിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല. നമ്മളെങ്ങനെ കൊടുക്കേണ്ടതെന്നറിയോ? സ്വന്തം മക്കളുടെ അവിടുത്തെ ത്യാഗത്തിൻ്റെ കഥകൾ, പ്രയാസം ഉണ്ടെങ്കിൽ മോൾ ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ അവരുടെയൊക്കെ നിൽക്കേണ്ട രൂപമുണ്ട്, സ്നേഹം, വാത്സല്യത്തിൽ അവരുടെയൊക്കെ നിൽക്കേണ്ട നല്ല രൂപങ്ങൾ, അതൊക്കെ പറഞ്ഞു കൊടുത്ത് നീ ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ, അവരോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടത് കേട്ടോ. ഇടങ്ങാറാണെങ്കിൽ പിന്നെ ഇപ്പം നമുക്ക് അവിടെ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, പ്രയാസമാണെങ്കിൽ എൻ്റെ മോൾ അപ്പം പറയണം കേട്ടോ. ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് നോക്കൂ. ഏത് പ്രയാസത്തിൻ്റെ മുൻമുനയിലും അവർക്ക് നിൽക്കാൻ കഴിയും.
വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ പറയാം. ഇനിയിപ്പോൾ നോക്കൂ, എത്ര പറഞ്ഞിട്ടും ഇപ്പോൾ ഇതുപോലെ തന്നെ ക്രൂരമായ പീഡനങ്ങളും അടിക്കലും തൊഴിക്കലും കൈ പൊട്ടിക്കലും നോക്കൂ നിങ്ങൾ ആ പെൺകുട്ടി പറയുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനാ പടം നിർത്തേണ്ട ആവശ്യം എന്താ? വീട്ടിലേക്ക് പിടിച്ചിട്ട് കൊണ്ടുവരണം. കോടതിയൊക്കെ നമുക്കുണ്ടല്ലോ, നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, ഇന്നൊരു പെൺകുട്ടി ഏതെങ്കിലും രൂപത്തിൽ അവരുടെ പീഡനത്തിൻ്റെ കഥകൾ പറഞ്ഞിട്ട് ഇന്ന് കോടതിയിൽ കേസ് കൊടുത്താൽ ആ പ്രയാസങ്ങൾ, സത്യം പറഞ്ഞാൽ അവൻ്റെ എല്ലാ അവിടുത്തെ ആ പ്രശ്നം ആ കുടുംബത്തിൻ്റെ തന്നെ നിൽക്കും. കാരണം എന്താ, പെൺകുട്ടികൾ അവർക്ക് ഇന്ന് കോടതിയിൽ സത്യം പറഞ്ഞാൽ പെണ്ണിന് ഒരുപാട് പരിഗണന കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിനുള്ള വഴികളുണ്ടല്ലോ, നിയമപരമായിട്ടുള്ള വഴികളുണ്ട്. ആ വഴികളിലൂടെ അവർക്ക് പോകാൻ കഴിയും. അല്ലാതെ ഒരു കയറിലോ ബ്ലേഡിലോ വിശക്കുപ്പിയിലോ തീർക്കലല്ല നമ്മുടെ പെൺമക്കളുടെ, നമ്മുടെ ജീവിതം എന്ന് സ്വയം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ, നമ്മുടെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് വേണ്ട രൂപത്തിൽ ചോദിച്ചറിയൽ, കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ ആക്ഷേപിച്ചിട്ടോ അങ്ങനെയുള്ള രൂപത്തിലല്ല, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ നല്ല രൂപത്തിൽ അവരോട് ചോദിച്ചറിയലും അത് മാതാപിതാക്കളുടെ, ആങ്ങള പെങ്ങന്മാരുടെ ഒക്കെ കടമയാണ്. എന്നിട്ട് അവിടുത്തെ മനസ്സിലാക്കി അവൾക്ക് റാഹത്തില്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു നിമിഷത്തേക്ക് അവളെ കൊണ്ടുവരലും അതും നമ്മുടെ ബാധ്യത തന്നെയാണ്. അത് റബ്ബിന് പൊരുത്തപ്പെട്ട രൂപത്തിലാകണം. ഭർത്താവിനെയും അന്വേഷിക്കണം, ഭർത്താവിൻ്റെ ഉമ്മയെ അന്വേഷിക്കണം, ഭർത്താവിൻ്റെ ബന്ധപ്പെട്ടവരെ അന്വേഷിക്കണം. അതിലുപരിയായിട്ട് എൻ്റെ പരാതി പറയുന്ന മകൾ, അല്ലെങ്കിൽ എൻ്റെ പരാതി പറയുന്ന പെണ്ണ്, അല്ലെങ്കിൽ എൻ്റെ പരാതി പറയുന്ന സഹോദരി, ഇവരുടെ ഭാഗവും കൂടെ കേട്ട് ഇതിലേതാണോ ശരി എന്ന് മനസ്സിലാക്കി ആ മനസ്സിലാകുന്ന ശരിക്ക് ഭാഗത്തേക്ക് നിൽക്കൽ നമ്മുടെ കടമയാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ നഷ്ടം നമുക്കുണ്ടാകും. റബ്ബ് നമ്മുടെ കെട്ടിച്ചു വിട്ട മക്കൾക്കൊക്കെ അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ. റബ്ബ് അവർക്കൊക്കെ സലാമത്ത് നൽകട്ടെ. ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.